പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 9562482835. കേരള പ്രവാസി സംഘം വടക്കാഞ്ചേരി ഏരിയ കൺവെൻഷൻ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുവൈറ്റിൽ വെച്ച് മരണപ്പെട്ട മാരാത്ത് സിദ്ദിഖിന്റെ കുടുംബത്തിന് കുവൈറ്റ് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ നൽകുന്ന ധനസഹായം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി കൈമാറി. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രവി കൊമ്പത്ത് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പ്രദീപ് കുമാർ പങ്കെടുത്ത് സംസാരിച്ചു. കലാ കുവൈറ്റിന്റെ ക്ഷേമനിധി ധനസഹായം കുവൈറ്റിൽ വെച്ച് മരണപ്പെട്ട മാരാത്ത് സിദ്ദിഖിന്റെ കുടുംബത്തിന് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി വിതരണം ചെയ്തു. പ്രവാസി രംഗത്തെ പ്രവർത്തനം കുറെ കൂടി ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി ആവശ്യമായ തീരുമാനങ്ങൾ നാമീകരണത്തിലെടുക്കണം. നമുക്കറിയാം, പ്രവാസ ലോകം എന്ന് പറയുന്നത് വളരെ സുഖകരമായ ഒരു ജീവിത കാലഘട്ടമല്ല എന്ന് തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ആരെയും കാണാതെ കടലിൻ്റെ അപ്പുറത്ത് ജീവിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ തിരിച്ചു വരുന്നൊരു സമൂഹമാണ്. തീർച്ചയായും ജീവിതത്തിലെ തുടർന്നുള്ള കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരുപക്ഷെ ഇന്ത്യയിലോ ലോകത്തോ ഒരു ഗവൺമെൻറ് ചെയ്യാത്ത നിലയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളാണ്. കിലയുടെ സാമൂഹിക വിഭാഗം സെക്രട്ടറി ദേവദാസ് സന്നിഹിതനായിരുന്നു. പുതിയ ഏരിയ പ്രസിഡന്റായി കുഞ്ഞുമോൻ, സെക്രട്ടറിയായി പ്രദീപ് കുമാർ, ട്രഷററായി മുഹമ്മദ് കുട്ടി എന്നിവരെ തെരഞ്ഞെടുത്തു. CPIM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി MK ശശിധരൻ, കേരള പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ന് നമ്മുടെ കേരളത്തിലെ പ്രവാസികളും മലയാളികളും വല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏറ്റ ദിവസം തന്നെ കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ് ഏകദേശം 500ഓളം വരുന്ന ആളുകളെ ഇപ്പോഴും അദ്ദേഹം ട്രിപ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഇന്ത്യക്കാരാണ് എന്ന് കേട്ടാൽ അവരൊക്കെ തന്നെ വിലങ്ങ് വെച്ച് വിമാനത്തിൽ ഇങ്ങോട്ട് കൊടുത്തിറക്കുകയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ കുടിയേറ്റക്കാരാണ്. അപ്പോൾ ബൈഡന്റെ കാലത്ത് കുടിയേറ്റക്കാരുണ്ടായിട്ടുണ്ട്. മറ്റുള്ള ഭരണാധികാരികളുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ കുടിയേറ്റക്കാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. വിസയുടെ കാലാവധി കഴിഞ്ഞ് തിരിച്ചു വരാൻ കഴിയാത്ത ആളുകളെയാണല്ലോ ഈ കുടിയേറ്റക്കാർ എന്ന് പറയുന്നത്. VCV ന്യൂസ് വടക്കാഞ്ചേരി.